have extramarital affairs? ഓക്കെ, ഇത് ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. ബട്ട് എന്തുകൊണ്ട് എന്നുള്ളതിലും ആസ് എ സൊസൈറ്റി എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ ഇഷ്യൂ നമ്മൾ അങ്ങനെയാണ് പറയുക. ഒരു തെറപ്യൂട്ടിക് സെറ്റിങ്ങിൽ ശരിക്കും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്നത് വാട്ട് ഇസ് ഇറ്റ് ബ്രിങ്ങിങ് ഇൻ ടു ദ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെ അത് അഫക്റ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇവോൾവ് ആയി, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ ഒരാൾക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ടാകും. മേ ബി അത് ചിലപ്പോൾ പാർട്ട്ണറായിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സെക്ഷൽ ഇഷ്യൂസ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആയിരിക്കാം. എന്നിന് ചില ആൾക്കാർ പെട്ടുപോകുന്നതായിരിക്കാം. സോ മേ ബി ദേ ആർ സോ അഫ്രേഡ്, ദേ ആർ നോട്ട് ഏബിൾ ടു കം ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ ഇപ്പം നമ്മൾ വളരെ കോമൺ ആയി ഈ ഇടയ്ക്ക് ഇൻ്റർനെറ്റിൽ ഇതേപോലത്തെ ട്രാപ്പിങ്ങും കാര്യങ്ങളും കേൾക്കാറുണ്ട്. സോ ഇങ്ങനെ തെറപ്യൂട്ടിക് സെറ്റിംഗ് അതിനെ ഒരു ബാനർ അടിച്ച് ലേബൽ ചെയ്ത് നമ്മൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് എടുക്കുന്നതിലും ഇതിൻ്റെ ബാക്കി അഫക്ട്സ് എന്തൊക്കെയാണ്, റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടായാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ നമ്മൾ നോക്കുക.